കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് FlySky റേഡിയോ റിമോട്ട് കൺട്രോളിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടായി. അപ്പോൾ അത് എങ്ങനെയാണ് മറ്റുള്ള ഡിവൈസുമായി കണക്ട് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൈൻഡിങ് കഴിഞ്ഞുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും മോട്ടോർ റൺ ചെയ്യാവുന്നതാണ്. നമ്മുടെ കൈവിരലുകൾ പ്രൊപ്പല്ലറിൽ ഏതു കാരണവശാലും തട്ടരുത്. കാരണം ഈ മോട്ടോർ ഹൈ സ്പീഡ് ആൻഡ് ടോർക്കിൽ ഉള്ളതാണ്. ഇപ്പോൾ ഫോർവേഡിലാണ് പ്രൊപ്പല്ലറുടെ ഡയറക്ഷൻ. ഞാൻ FlySky ബേസിക് കിറ്റ് സെലക്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഓരോ ഇലക്ട്രോ കമ്പോണൻസും വാങ്ങുമ്പോഴും മറ്റുള്ള കമ്പോണൻസുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അനുയോജ്യമായ കമ്പോണൻ്റ് വേണം ചൂസ് ചെയ്ത് വാങ്ങിക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുള്ള അത്യാവശ്യം കമ്പോണൻസ് എന്നുള്ളത് അതിൽ സെർവോ മോട്ടോർ മിസ്സിംഗ് ആണ്. എൻ്റെ അടുത്ത പ്രോജക്റ്റിൽ ഞാൻ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഉള്ളത് ബ്രഷ്ലെസ് മോട്ടോർ, ലൈപ്പോ ബാറ്ററി, ESC, പിന്നെ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ആണ് ഉള്ളത്. ESC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോൾ ആണ്. ലൈപ്പോ എന്ന് പറഞ്ഞാൽ ലിഥിയം പോളിമർ ബാറ്ററിയാണ്. ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ബാറ്ററി തന്നെയാണ്. നമ്മൾ ഈ ഇലക്ട്രോ കമ്പോണൻസ് എല്ലാം അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കി വേണം വാങ്ങിക്കാൻ. കാരണം ഓരോ ഇലക്ട്രോ കമ്പോണൻസിൻ്റെയും സ്പെസിഫിക്കേഷൻ മാച്ച് ചെയ്യുന്ന തരത്തിലായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഉള്ള കമ്പോണൻസ് എല്ലാം കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുകയാണ്. അതിനു മുമ്പ് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പാകത്തിൽ സോൾഡറിങ് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായി റിസീവറിലുള്ള ബൈൻഡിങ് VCC എന്ന പിൻ ഒരു ജമ്പർ ഉപയോഗിച്ച് ഷോർട്ട് ചെയ്യുക. ESC റിസീവർ ടെർമിനൽ 3-ലാണ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. ബാറ്ററി കണക്ട് ചെയ്യുന്നതിന് മുമ്പായി പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ട്രാൻസ്മിറ്ററിൻ്റെ ത്രോട്ടിൽ വളരെ കുറച്ച് വയ്ക്കുക എന്നുള്ളതാണ്. പവർ ബട്ടൺ ഓൺ ചെയ്തതിന് ശേഷം ബൈൻഡിങ് ബട്ടൺ അമർത്തി പിടിക്കുക. കമ്മ്യൂണിക്കേഷൻ എനേബിൾ ആയിക്കഴിഞ്ഞാൽ ആ LED ഒരു സ്റ്റഡി ലൈറ്റായി മാറുന്നത് കാണാം. പിന്നീട് നമ്മൾ ട്രാൻസ്മിറ്റർ ഓഫ് ചെയ്തതിന് ശേഷം റിസീവറിൽ കണക്ട് ചെയ്തിട്ടുള്ള ജമ്പർ ഊരി മാറ്റുക. വീണ്ടും പവർ ഓൺ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം നമ്മളുടെ ട്രാൻസ്മിറ്റർ റിസീവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എനേബിൾ കഴിഞ്ഞിരിക്കുന്നതായി. വീണ്ടും ട്രാൻസ്മിറ്ററിൻ്റെ പവർ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ട്രാൻസ്മിറ്റർ റിസീവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എനേബിൾ ആയി കഴിഞ്ഞു. ഇനി 5 ചാനൽ ബാക്കിയുണ്ട്. സോ സ്റ്റേ ആൻഡ് ഫോളോ വിത്ത് മീ. സൈനിങ് ഓഫ് റിയാസുദ്ദീൻ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.